ലെറ്റ് മീ ആസ്ക് യു എ വെരി ഹോണസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് തവണ നിങ്ങൾ നെറ്റ് എക്സാം അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എക്സാമിലേക്ക് പോകാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പലതവണ അറ്റൻഡ് ചെയ്തിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് നെറ്റും JRF ഒന്നും ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. അതിനുള്ള കാരണം പ്രധാനമായും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ റൈറ്റ് സ്ട്രാറ്റജിയിലല്ല ഒരുങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇനിയും പലതവണ ഇതിനു വേണ്ടി ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളത് തിരിച്ചറിയുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ നമ്മളത് തിരിച്ചറിയലാണ്. ഒരുപാട് നമ്മൾ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയതൊക്കെ നമ്മുടെ വഴിയിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടും. പക്ഷേ നമ്മളുടെ ട്രാക്ക് നമ്മളൊന്ന് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ഒരു റൈറ്റ് സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ എത്തേണ്ട സമയമായിട്ടുണ്ട്. എന്തിനാണ് മറ്റുള്ളവരെ പോലെ വളരെ നോർമലായിട്ട് വളരെ കോമൺ ആയിട്ട് നിങ്ങൾ പലതവണ സിലബസിനെ കുറിച്ചുള്ള വീഡിയോസ് മാത്രം കണ്ട് അതല്ലെങ്കിൽ ഒരുപാട് PDF മാത്രം വായിച്ചുകൊണ്ട് നെറ്റ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്നത്? അതല്ല അതിനുള്ള റൈറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ്സുകൾ കാണുക, ചിലപ്പോൾ നിങ്ങൾ ഡിഫറെൻ്റ് ആയ കോച്ചിങ് സെൻറ്ററിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കും, നിങ്ങൾ പലതരത്തിൽ യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾ പല ഡോക്യുമെൻറ്റുകൾ വായിക്കുന്നുണ്ടാവും, പല വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങൾ ഡിഫറെൻ്റ് ആയ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുന്നുണ്ടാവും. പക്ഷേ ഇത് മാത്രമല്ല ബേസിക്കലി നെറ്റും JRF ഒക്കെ ക്വാളിഫൈ ചെയ്യാനുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിനുള്ള ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് എക്സാമിൻ്റെ ഏജൻസി അല്ലെങ്കിൽ NTA എന്താണ് ആവശ്യപ്പെടുന്നത് അത് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടോ, എക്സാമിന് വരുമെന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നതൊരു പ്രധാന ചോദ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് നിങ്ങളുടെ റൈറ്റ് സ്ട്രാറ്റജി ആവുക. അവിടെയാണ് UGC നെറ്റ് കോച്ചിങ്ങിൽ കേരളത്തിൽ സൈറ ലേണിങ്സിൻ്റെ സിസ്റ്റം ഡിഫറെൻ്റ് ആവുന്നത്. ആ സിസ്റ്റത്തിന് നമ്മൾ നൽകുന്ന പേരാണ് റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരുപാട് ആസ്പിറൻസ് സൈറയിൽ ഇന്ന് 10,000-ഓളം ആസ്പിറൻസ് ഉണ്ട്. ഈ ആസ്പിറൻസിനൊക്കെ ട്രെയിൻ ചെയ്ത് അവരോട് ഡിഫറെൻ്റ് ആയ രീതിയിൽ ഫോളോ അപ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അതുപോലെ തന്നെ അവരുടെ റിസൾട്ടും മറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വെറും 3 ടേമായിട്ട് നമുക്ക് റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്ന വളരെ സിമ്പിളായ ഒരു ടേമിൽ നമ്മൾ പറയുമെങ്കിലും UGC നെറ്റിൽ JRF ക്വാളിഫൈ ചെയ്യാനുള്ള റൈറ്റ് സ്ട്രാറ്റജി ഇതാണ് എന്ന് കൃത്യമായിട്ട് 10,000-ഓളം ആസ്പിറൻസിൻ്റെ കോച്ചിങ് കൊടുക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും എന്താണോ നിങ്ങളുടെ എക്സാമിൻ്റെ അന്ന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് അത് തന്നെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതെങ്ങനെയാണ് സാധ്യമാവുക നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഉപായം നമ്മുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയ നമ്മുടെ മുന്നിലുണ്ട്. അതാണ് നമ്മുടെ പ്രിപ്പറേഷൻ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളെല്ലാവരും പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്, പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ പലതവണ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോഴും റിവേഴ്സ് ലേണിംഗ് മെത്തേഡിൽ നമ്മൾ നൽകുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ അവസാന മാസത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രം നോക്കിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ എക്സാമിന് പോയിട്ടുണ്ടാവും. അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. മുൻവർഷ ചോദ്യങ്ങൾ ഡേ 1 മുതൽ, അതായത് ഏറ്റവും ആദ്യം ഞങ്ങളുടെ കോച്ചിങ്ങിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുണ്ടാവുക മുൻവർഷ ചോദ്യങ്ങളായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നാൽ മതി. കാരണം മുൻവർഷ ചോദ്യങ്ങൾ ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 5000-ഓളം മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായിട്ട് അപഗ്രഥിച്ച് നിങ്ങൾ തന്നെ അതിന് ആൻസർ ചെയ്തിട്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷന് നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടി തയ്യാറാക്കിയിട്ടാണ് നിങ്ങൾ എക്സാമിന് പോകുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 4 ഓപ്ഷനുകൾ, ഓരോ ചോദ്യത്തിനുള്ള 4 ഓപ്ഷനുകളും നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലനേഷനിലൂടെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു എക്സ്പ്ലനേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് പല ചോദ്യങ്ങളും പിന്നീട് ആവർത്തിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്വസ്റ്റ്യൻ അതുപോലെ ആവർത്തിക്കുന്നല്ല, ആ കോൺസെപ്റ്റിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നത് കാണാൻ കഴിയും. അതുതന്നെയാണ് റിവേഴ്സ് ലേണിംഗ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 2.5 വർഷം UGC നെറ്റ് JRF കോച്ചിങ് രംഗത്ത് സൈറയുണ്ട്. 10,000-ഓളം സ്റ്റുഡൻസ് നമ്മുടെ കീഴിൽ ഡിഫറെൻ്റ് ആയ രൂപത്തിൽ ഇങ്ങനെ കോച്ചിങ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ റിവേഴ്സ് ലേണിംഗ് മെത്തേഡിലൂടെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ടാണ്. 2000-ഓളം നെറ്റ് JRF ഹോൾഡേഴ്സിനെയും ഒരുപാട് അഡ്മിഷൻ ടു PhD കിട്ടിയ ആസ്പിറൻസിനെയും ക്രിയേറ്റ് ചെയ്യാൻ ഈ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സൈറയ്ക്ക് സാധിച്ചത് വളരെ സ്ട്രാറ്റജിക്കലി ഞങ്ങൾ പോകുന്നു എന്തുകൊണ്ട് തന്നെയാണ്.
സോ അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഇനി ഒരു സംശയവും വേണ്ട. ഇനി ഈ ഒരു കോച്ചിങ്ങിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒന്ന്, ഫീസ് ആയിരിക്കും. കേരളത്തിൽ ഏറ്റവും അഫോർഡബിൾ എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്ന കോച്ചിങ് സിസ്റ്റം സൈറയുടെ തന്നെയാണ്. നിങ്ങൾ പലതരത്തിലുള്ള കോച്ചിങ് സിസ്റ്റത്തിൽ ഓൾറെഡി നിങ്ങളൊരു പക്ഷേ അന്വേഷിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ പലതരത്തിലുള്ള ഫീസുകൾ ഓരോ സ്ഥാപനങ്ങളും നൽകുമ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന, റിസൾട്ട് കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോച്ചിങ് സിസ്റ്റമാണ് സൈറ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫീസിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ പലപ്പോഴും നിങ്ങൾക്ക് പറയാമെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോട് ചോദിച്ചിട്ടൊരു തീരുമാനം എടുക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള ഒബ്ജെക്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പല ആളുകളും നമുക്ക് ആവശ്യമുള്ള ആളുകളോടൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന തീരുമാനം നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. ഇത് ഞാൻ JRF ക്വാളിഫൈ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് നിങ്ങളുടെ ഫാമിലിയോട് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ലോകത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചവരൊക്കെ ഒരു സെക്കൻഡിൽ അവരെടുത്തൊരു തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നുള്ളതാണ്. അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടരാൻ തയ്യാറാണെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഞങ്ങളുടെ സിസ്റ്റത്തോടൊപ്പം റൺ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, സാധാരണ നിങ്ങൾ കേട്ട് പരിചയിച്ച കോച്ചിങ്ങിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് മുൻവർഷ ചോദ്യങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാത്സിനും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ ഒരേ ഒരു കോച്ചിങ് സെൻറ്ററും ബെസ്റ്റ് കോച്ചിങ് സെൻറ്ററുമാണ് സൈറ ലേണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് നിങ്ങൾക്കുള്ളതാണ്. അടുത്ത തവണ നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ JRF ക്വാളിഫൈ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങളെ മാറ്റിയിട്ട് ടൈം മാനേജ് ചെയ്ത് അതിനെല്ലാം നിങ്ങളെ പ്രാപ്തമാക്കിയിട്ട് നിങ്ങളെ എക്സാമിലേക്ക് കൊണ്ടുപോകും എന്നത് സൈറയുടെ പ്രോമിസാണ്. പേഴ്സണലി എൻ്റെ പ്രോമിസാണ്. സോ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് സൈറ ലേണിങ്സിൻ്റെ റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്.